ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പമായവനെ അപ്പനായവൻ, വിശുദ്ധ ഗ്രന്ഥം നീതിമാനെന്ന് വിശേഷിപ്പിക്കുന്നവൻ, യൂദയായുടെ സിംഹവും രാജാക്കന്മാരുടെ രാജാവുമായ ഈശോയുടെ വളർത്തുപിതാവ് വിശുദ്ധ യൗസേപ്പ്, സുവിശേഷകരായ വിശുദ്ധ മത്തായിയും വിശുദ്ധ ലൂക്കായും ആണ് യൗസേപ്പിൻ്റെ ജീവിതത്തിലേക്കുള്ള വാതിൽ തുറന്നു തരുന്നത്. ദാവീദിൻ്റെ വംശാവലിയിൽപ്പെട്ടവനും യൂദയായിൽ ജനിച്ചു വളർന്നവനുമായ ഒരു മരപ്പണിക്കാരനായിരുന്നു ജോസഫ്. ജോസഫ് എന്ന പേരിനർത്ഥം വർദ്ധിപ്പിക്കുക അഥവാ വളർത്തുക എന്നതാണ്. അരൂപിയായ ദൈവം മാംസം ധരിച്ച് മനുഷ്യനായപ്പോൾ മനുഷ്യന്റെ പങ്കാളിത്തം ആവശ്യമായിരുന്നു. ദൈവപിതാവിൻ്റെ സ്ഥാനത്ത് രക്ഷകന്റെ സംരക്ഷണത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ട വളർത്തുപിതാവാണ് ജോസഫ്. സ്വപ്നത്തിൽ ലഭിച്ച നിയോഗം ഏറ്റെടുക്കുന്നതിലൂടെ ദൈവഹിതത്തിന് സ്വയം വിധേയപ്പെട്ട ജോസഫ് തൻ്റെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി ദൈവത്തിൻ്റെ നിർദ്ദേശം വന്നു ചേർന്നപ്പോൾ ആ നിശ്ചയത്തെ വിലങ്ങനെ വെച്ച് കുരിശ് നിർമ്മിച്ച് അത് സ്വയം വഹിക്കാൻ സന്നദ്ധനായി. തിരുപ്പിറവി, ഹെറോദസിൽ നിന്നുള്ള രക്ഷപ്പെടൽ, കാണാതായ യേശുവിൻ്റെ അന്വേഷണം തുടങ്ങിയ അവസരങ്ങളിൽ എല്ലാം ജോസഫിൻ്റെ നിർണായകമായ ഇടപെടൽ ഉണ്ടായിരുന്നു. നെഞ്ചിലെ ചൂടിൽ കുഞ്ഞിനെ പരിപാലിച്ച പിതാവ്, ദൈവപുത്രനെ കരം പിടിച്ച് നടത്തിയവൻ, ഈശോ തൻ്റെ രക്ഷാകര ദൗത്യത്തിലേക്കും മരണത്തിലേക്കും ഈ താതൻ്റെ കരം പിടിച്ചാണ് യാത്ര തുടങ്ങിയത്. ലോകത്തിന് അപ്പമാകാൻ വന്നവന് അപ്പം നൽകിയതും അപ്പമായി തീർന്നതും ഈ വളർത്തച്ഛൻ തന്നെ. ഭൂമിയിലെ അജഗണത്തിൻ്റെ ഇടയന് കാവൽ നിന്നവനും ഈ പിതാവ് തന്നെ. ജോസഫിനെ വളർത്തുതാതനായി ലഭിച്ചതിനാലാണ് യേശു ദാവീദിന്റെ പുത്രൻ എന്നറിയപ്പെടുന്നത്. തച്ചൻ്റെ മകൻ എന്ന വിളിപ്പേരിന് പിന്നിലും ജോസഫ് എന്ന അച്ഛൻ്റെ നക്ഷത്ര തിളക്കം ആണ് കാണുന്നത്. പിതൃത്വത്തിന് ആത്മീയത പകർന്ന പിതാവാണ് ജോസഫ്. ഓരോ കുടുംബവും ദൈവത്തിന് ജീവിക്കാൻ ദൈവം തന്നെ രൂപാന്തരപ്പെടുത്തുന്നതാണ്. എന്നാൽ ഭൂമിയിൽ ഒരു കുടുംബത്തിൽ മാത്രം ദൈവം മനുഷ്യ ശരീരത്തോടെ ജീവിച്ചു. അതിൻ്റെ നായകനായ മരപ്പണിക്കാരൻ വളർത്തിയ കുഞ്ഞ് നമുക്ക് ദൈവമാണ്, ദൈവപുത്രനാണ്. ദൈവത്തിൻ്റെ പുത്രനെയും ദേവകുമാരൻ്റെ അമ്മയെയും ഇരുചിറകുകളിൽ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ച് ജോസഫിൻ്റെ കുടുംബമാണ് തിരുക്കുടുംബം. അവൻ നീതിമാനായിരുന്നു എന്ന് മാത്രമാണ് ബൈബിൾ ജോസഫിനെ കുറിച്ച് പറയുന്നത്. മറിയത്തിനോടുള്ള സമീപനത്തിലാണ് ജോസഫിൻ്റെ നീതിബോധം ഏറ്റവും തീവ്രമായി ജ്വലിക്കുന്നത്. മോശയുടെ നിയമപ്രകാരം കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിക്കാമെന്നിരിക്കെ ഏറ്റവും കുലീനമായി ജോസഫ് ഇടപെടുന്നു. ജോസഫിൻ്റെ പക്കൽ പോകുവിൻ എന്ന് പുരാതന ദേവാലയത്തിൽ ജോസഫിൻ്റെ രൂപത്തിന് താഴെ രേഖപ്പെടുത്തിയിരിക്കുന്നതായി കാണാറുണ്ട്. നീതിയും ദയയും അവിടെ ലഭ്യമാണ് എന്ന ഉറപ്പാണ് അത്. ഉത്തമ മനുഷ്യൻ പാലിക്കേണ്ട സ്വഭാവ ഗുണങ്ങളെല്ലാം വിശുദ്ധ ജോസഫിൽ പ്രശോഭിച്ചിരുന്നു. ലാളിത്യം, ധീരത, ക്ഷമ, ദയ, നീതിബോധം തുടങ്ങിയവയെല്ലാം. ജോസഫിൻ്റെ ചിത്രത്തിലേക്ക് നോക്കുമ്പോൾ കയ്യിൽ ഒരു വടിയും ലില്ലിപ്പൂക്കളും നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ പിന്നിൽ ഒരു ഐഹിത്യമുണ്ട്. ദേവാലയത്തിൽ വളർന്ന കന്യകയായ മറിയത്തെ വിവാഹം കഴിക്കാൻ വരുന്നവർ ഒരു വടിയുമായി വരണമെന്നും ഇതിൽ ആരുടെ വടിയാണോ പുഷ്പിക്കുന്നത് അവർ മറിയത്തെ വിവാഹം ചെയ്യണമെന്നും ആയിരുന്നു നിബന്ധന. ഇതിൽ ജോസഫിൻ്റെ വടി പുഷ്പിച്ചു എന്നാണ് വിശ്വാസം. ഈ വടി പഴയ നിയമത്തിലെ അഹ്റോന്റെ വടിയെ സൂചിപ്പിക്കുന്നു. വെള്ള നിറത്തിലുള്ള പൂക്കൾ പിതാവിൻ്റെ നിഷ്കളങ്കതയെയും വിശുദ്ധിയെയും അനുസരണവും ആണ് സൂചിപ്പിക്കുന്നത്. ഉത്തരവാദിത്തപൂർണമായ കുടുംബ സംരക്ഷണത്തിലൂടെ വിശുദ്ധ യൗസേപ്പ് കുടുംബങ്ങളുടെ മധ്യസ്ഥനാണ്. തിരുക്കുടുംബ പാലകൻ എന്ന നിലയിൽ കുടുംബനാഥന്മാർക്ക് മധ്യസ്ഥനാണ്. നിത്യപുരോഹിതനായ ഈശോയെ പരിപാലിച്ച വ്യക്തി എന്ന നിലയിൽ യൗസേപ്പ് പുരോഹിതരുടെ മധ്യസ്ഥനാണ്. ഉപജീവനത്തിനായി കഠിനാധ്വാനം ചെയ്ത ദരിദ്രനായ മരപ്പണിക്കാരൻ. കത്തോലിക്ക സഭയിൽ യൗസേപ്പ് പിതാവിനോടുള്ള ഭക്തി പ്രധാനപ്പെട്ടതാണ്. 1540 റോമാ നഗരത്തിൽ വിശുദ്ധന്റെ നാമത്തിൽ ഒരു ദേവാലയം സ്ഥാപിക്കപ്പെട്ടു. 1870 9 പിയൂസ് മാർപ്പാപ്പ വിശുദ്ധ യൗസേപ്പ് പിതാവിനെ സാർവത്രിക സഭയുടെ മധ്യസ്ഥനായി പ്രഖ്യാപിച്ചു. ലിയോ 13 മാർപ്പാപ്പ
1889 തിന്മകളെ അതിജീവിക്കാൻ യൗസേപ്പിതാവിനെ ആശ്രയിക്കുവാൻ നിർദ്ദേശിച്ചു. മാർച്ച് 19 യൗസേപ്പിതാവിൻ്റെ മരണത്തിരുനാളായി സഭ ആചരിക്കുന്നു. പല ദേവാലയങ്ങളിലും യൗസേപ്പിതാവിൻ്റെ തിരുനാളിനോട് അനുബന്ധിച്ച് ഊട്ടുനേർച്ച നടത്തുന്ന പാരമ്പര്യമുണ്ട്. പല രാജ്യങ്ങളും ദേവാലയങ്ങളും സ്ഥാപനങ്ങളും ഇന്ന് ഔസേപ്പിതാവിന് പ്രത്യേകം സമർപ്പിക്കപ്പെട്ടവയാണ്. മാർച്ച് മാസം ഔസേപ്പിതാവിനായി പ്രത്യേകം സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന മാസമാണ്. തൊഴിലാളി ദിനമായ മെയ് 1 വിശുദ്ധൻ്റെ അനുസ്മരണ ദിനമാണ്. വിശുദ്ധ ഔസേപ്പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.